തലേവരി, അല്ലാതെ എന്ത് പറയാനാ? ഒരു തുണിയില്ലാതെ രണ്ടെണ്ണത്തിനെ വളർത്തി ഇത്രയും വരെ എത്തിച്ചു. ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല. പോത്ത് പോലെ വളർന്നിട്ടും ഈ വീട്ടിൽ രണ്ട് മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല. അതെങ്ങനെയാ? മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറഞ്ഞാൽ അവനോട്ട് പോകത്തുമില്ല. സിനിമയും പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതം തോലിച്ചോ? എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്യുമായിരുന്നോ? നിന്റെ താഴെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് പോലും നീ ഒന്നും ഓർത്തില്ലല്ലോടാ. അതെങ്ങനെയാ? നിനക്കൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഇറന്നിട്ട് മുട്ടലാടാ ഇത്. എന്തോന്നാ വിനയ നിന്റെ വിചാരം? നീ വലിയ കൊമ്പത്തെ ആഫീസറാണെന്നോ? 10 സെന്റ് ഭൂമി ഒരു ടാക്കീസിലെ പണിയും വെച്ചിട്ട് നാണം ഇല്ലടാ നിനക്ക്. അതിനെന്താ അമ്മേ, നല്ല പൊന്നു പോലത്തെ മരുമോളയല്ലേ കിട്ടിയേക്കുന്നേ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തുവോ? ഇത് വല്ല സ്വൈരികേടായല്ലോ. മോനിശരം ഇപ്പൊ ഞാനാണല്ലോ നിന്റെ സ്വൈരക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ അയക്കും. അല്ല നിറാശൻ, പണ്ട് വനജേച്ചിയായിട്ട് ഒളിച്ചോടിയപ്പം പേടി തോന്നിയില്ലേ? എടാ വിനയ, ഓ എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അന്ന് എനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ധൈര്യമായിട്ട് ഇടാ. എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും, അല്ലേടാ? പിന്നെ എത്ര കാലമായി നീ കിടക്കുന്ന കണ്ടു. കഴിഞ്ഞോടി, വേഗാവട്ടെ, അവിടെ തുടങ്ങാറായി. ഒറ്റടിക്കാൻ കാലി. അത്ര ഉള്ളണോ ഇതൊക്കെ? ഇനി ഇവനെ കളിയാക്കാം. എടാ വിനെ, നിനക്ക് എന്തെല്ലാം കിട്ടിയത് കേട്ടല്ലോ. ഹാപ്പി അല്ലേ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വടക്കം ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണ പറഞ്ഞത് മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന്. എന്നാ മനസ്സിലാക്കി തരാടാ. മനസ്സിലാക്കി തരാം. രാത്രി പെണ്ണിന്റെ വീട്ടിൽ എടുത്തോളാടാ നിന്നെ. അവന്റെ അമ്മൂമ്മയുടെ ചക്കര പോലെ. ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചൂന്ന് നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹളം അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവാൻ ശരിക്കും കൊടുത്തുന്നാ കേട്ട്. നാലും ചെക്കൻ്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട്. വിനയ, നീ ആള് കൊള്ളാലടാ. ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചു അല്ലടാ? ആ സുമിത്രയുടെ കയ്യില് കത്ത് കൊടുത്തിട്ടുണ്ട്. എടാ രാവണ, ചാടി ഹനുമാൻ ഭഗവാന്റെ മതില് കാണണം. നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. ഇതേ പേര് പറയുന്നത് കണ്ടില്ലേ? പെയ്യട്ടെന്ന്. ഓ അതോട്ടെ, ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണ്ട. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് ചോദിക്കണം.
എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോൾ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അവന് പറ്റാത്ത ഉയരവും അവൻ കീഴടക്കി. എന്താടാ എന്താ പറ്റിയേ? വിനയ പോയടാ, നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ. നീ എന്തേ പറയുന്നേ? രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ. വാടാ